ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അജിമിട്ട് പുട്ടുപൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലോട്ട് ബാക്കി നമ്മൾ പൊടിപ്പിച്ച അരിപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അത് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ. ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് മാവ് അവിടെ സെറ്റാക്കി. പിന്നെ അതുണ്ടോ ഇങ്ങനെ നമ്മൾ എണ്ണൻ്റെ ഒക്കെ ഒരു കവറിൽ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. അങ്ങനെ സംഭവം കൊണ്ട് റെഡിയായി. ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തിളച്ച എണ്ണയിലിടണം കേട്ടോ. ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അത് തന്നെ ഇതാ ഇങ്ങനെ മേലോട്ട് പൊന്തി വരും. അങ്ങനെ നമ്മുടെ എന്താ പറയുക പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടി ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വലിയ ജീരകമൊക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലോട്ട് പൊടികളായിട്ടുള്ളതൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ വഴറ്റിയെന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങൻ്റെ മിക്സിലോട്ട് അങ്ങോട്ട് അരച്ച് ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ റസ്ലൂന് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകണമെന്നായി. അങ്ങനെ അവനിക്കിതാ പത്തിരിയും മുട്ടക്കറിയൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്